എടാ കൊച്ചിയിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ല ഗംഭീര സ്പോട്ട് ഏതാണ്? അടിപൊളി ഹോട്ടല് നമ്മുടെ മാതാ ഹോട്ടൽ തന്നെയാണ്. അടിപൊളി ഹോട്ടലാണ് മാതാ ഹോട്ടൽ തന്നെയാണ്. നേരെ പാലാരിവട്ടത്തോട്ട് കേട്ടോ, അവിടെ ഒരു മാത ഉണ്ട്. എന്താ ചോദിക്കാനാ, മാത ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ ഒരു 98 മുതൽ ഞാനിവിടെ കഴിച്ചു തുടങ്ങി. മാത തന്നെയാണ് മാതാ ഹോട്ടൽ തന്നെയാണ്. യെസ്, കൊച്ചിക്കാരോട് ചോദിക്കുക നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടുമെന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും പാലാരിവട്ടം മാത എന്ന്. ഈ തിരക്ക് കണ്ടില്ലേ, അകത്തേ കേരള തിരക്കാ. ചേട്ടാ പോണോ? ഇതാണ് അവസ്ഥ, ഫുൾ ടൈം തിരക്ക്. അതായത് നല്ല അടിപൊളി നോൺ വെജ് ഐറ്റങ്ങൾ, ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, അതുപോലെ തന്നെ നിരവധി എന്തൊക്കെയോ ഐറ്റങ്ങൾ, മീൻകറി എല്ലാം കിട്ടും. അത് ബ്രേക്ക്ഫാസ്റ്റാണ് മെയിൻ പരിപാടി. പിന്നെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അത് ഒന്നൊന്നര പൊളി തന്നെ മക്കളെ. ഒന്നും രണ്ടും അല്ല കേട്ടോ, 10-30 വർഷം പഴക്കമുള്ള കട. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്. അതായത് ലിബിച്ചേട്ടൻ്റെയും സിബിച്ചേട്ടൻ്റെയും അപ്പയും അമ്മയും തുടങ്ങിയ കടയാണ്. അത് ബഡ് ബേക്കറി ആയിരുന്നു, പിന്നെ അതവർ ഹോട്ടലാക്കി മാറ്റി. പപ്പുള്ള സമയത്ത് കഞ്ഞിക്കടയായിരുന്നു, പിന്നെ കഞ്ഞി വിട്ടു. ഇപ്പം നോൺ വെജിൻ്റെ ഒരു നിരവധി ഐറ്റങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര സ്പോട്ടാക്കി മാറ്റിയേക്കാം. അതായത് തിരക്കിന് പ്രധാന കാരണം ഇങ്ങനെ ഒരു ചെറിയ കടയാണ്, ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ ഗംഭീര ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. കഴിച്ചേട്ടാ, അത് സെൽഫ് സർവീസാണ് കാര്യങ്ങളെല്ലാം. പോവാം, അവിടെ എവിടെയെങ്കിലും ചെന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭാഗത്ത് കണ്ടില്ലേ, അവിടേക്ക് ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. കുക്കിംഗ് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. നമ്മളെ കയ്യൊപ്പണം മൊത്തത്തിൽ. അത് ലഭിച്ച പാൽ ഉപയോഗിച്ചപ്പോൾ പാല് നമ്മുടെ കറിയിലെ ചിക്കൻ കറിയിലും മുട്ടക്കറിയിലും മെയിൻ പാലാണ്. സാധാരണ നോർമൽ പാല്, കവർ പാല്. നമ്മൾ 6-6 തുടങ്ങൂലേ? 6:30 ഫുഡ് സ്റ്റാർട്ട് ആവും. 6 തൊട്ട് ചിക്കൻ കിട്ടും. 6:30 നമുക്ക് സ്റ്റൂ ആണ്. രാവിലെ ഉണ്ടാവണം നമുക്ക് ബീഫ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, വെജ് സ്റ്റൂ, മീൻ കറി, ബീഫ് റോസ്റ്റ് നമുക്ക് 6:30 റെഡി. 6 തൊട്ട് രാവിലെ 6:30 മണിക്ക്, രാവിലെ 6 മണിക്ക് റെഡിയാവും. ആ തിരക്ക് ഇങ്ങനെ തുടരും. അതിങ്ങനെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സംഭവം. ഉച്ചക്ക് ബിരിയാണി, നെയ്ച്ചോറ്, ഊണ്. വെള്ളിയാഴ്ച നമുക്ക് പ്രോൺസ് ബിരിയാണി സ്പെഷ്യല്. ശനിയാഴ്ച ബീഫ് ബിരിയാണി ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും സംഭവം. പിന്നെ നെയ്ച്ചോറ് വരുമ്പോൾ നമുക്ക് കോംബോ ആണ് വരുന്നത്. ബീഫ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അതിലേതെങ്കിലും ഒന്നായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 130 രൂപ, 130. രാത്രി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാവും. പിന്നെ അപ്പം, ഇടിയപ്പം, മണിക്കൂട്ട്, പൊറോട്ട, ചപ്പാത്തി, അതാണ് നമ്മുടെ മെയിൻ സാധനം. അത് ഈ ഇടിയപ്പം തന്നെ വേറൊരു രൂപത്തിൽ. അതെനിക്ക് തോന്നുന്നത് ഇവിടെയും കൊച്ചിയിലും മാത്രമുള്ളതെന്നാണ് തോന്നണം. ഈ എറണാകുളത്തും മറ്റേ ബീശപ്പം എന്ന് പറയും ചിലവര്. അങ്ങനെ ഇപ്പൊ ആ ഇടിയപ്പം പുട്ടിന്റെ കുറ്റിയിൽ, ചെറിയ പുട്ടിന്റെ കുറ്റിയിൽ എടുത്ത് അത് മണിക്കൂട്ട്. അപ്പം ഇതാണ് നമ്മൾ അടുത്ത മെയിൻ ഷെഫ് സിബി അല്ലേ? അതെ, സിബി. സിബി നേരത്തെ പറഞ്ഞല്ലോ, സിബിച്ചേട്ടനും ലിബിച്ചേട്ടനാണ് മെയിൻ 2 ഷെഫുമാർ. അല്ല, നിങ്ങൾ ബീഫാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? അല്ല, എല്ലാം അടിക്കുമോ? എല്ലാം ചെയ്യും. ബീഫിന്റെ ഐറ്റംസ് 4 ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബീഫ് കറി, അത് പണ്ട് തുടങ്ങിയുള്ളതാണ്, ഞങ്ങളുടെ പഴയ കാലം തുടങ്ങിയുള്ളതാണ്. പിന്നെ ഇപ്പൊ ബീഫ് സ്റ്റൂ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് ഇവിടെ ബീഫ് സ്റ്റൂ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മിക്ക സ്ഥലത്തും ഉണ്ടാന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇതിന്റെ മെയിൻ സാധനം വെച്ചാൽ ഉള്ളിയാണ്, ചെറിയ ഉള്ളി. അത് പൊളിച്ചെടുക്കാൻ നല്ല പണിയാണ്. അപ്പൊ അതിനുവേണ്ടി മാത്രം പെങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? ഇതിനെ ശരിക്കും കാട്ടുവെപ്പ് എന്നാണ് ഞാൻ ശരിക്കും പറയുന്നത്. ഈ കാട്ടിൽ കയറാൻ നേരത്ത് മസാലപ്പൊടി ഇതൊക്കെ ഇട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഇവിടെ ബീഫ് റോസ്റ്റ് എന്നുള്ള സെറ്റപ്പാണ് പറയുന്നത്. കാട്ടുവെപ്പ് നമ്മൾ ഇപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാട്ടുവെപ്പ് എന്നുള്ളത് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ സദസ്യമുളക് നമ്മൾ കൃഷി എടുക്കുന്നത് നമ്മൾ മിക്സിയിൽ ഇതും പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും മാത്രമാണ് ഈ സാധനം തരുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ ഉപ്പ്, ഒരു 4 ഐറ്റം ബീഫ്. ഈ കൊച്ചി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കണല്ല. അതേപോലെ എല്ലാ ആൾക്കാരും അവിടെ നിന്നും തെക്കുന്നും വടക്കുന്ന ആൾക്കാരും തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇത് നമ്മ അവർക്ക് നല്ലോണം സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പേര് കിട്ടും. അത്രേ ഉള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നല്ല കോഴിമുട്ട ഇല്ലാത്ത കട. സാധാരണ എല്ലാ സ്ഥലത്ത് ചെന്നാലും കോഴിമുട്ട ഉണ്ടാവില്ലേ? ഇവിടെ കോഴിമുട്ട ഇല്ല. മറ്റേ താറാമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ താറാമുട്ട ഉണ്ടോ? മാതയിൽ വന്ന നിർബന്ധമായി കഴിക്കണം എന്ന് പറയാൻ പറ്റിയ ഐറ്റം എന്താ? അങ്ങനെ ഞാനങ്ങനെ പറയും. സ്വന്തം കടയിൽ പോയല്ലോ. അതെ, എല്ലാം കഴിക്കണം. എല്ലാം വന്ന് കഴിച്ചു നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. യൂട്യൂബാണ് എൻ്റെ ആശാന കേട്ടോ. ഓരോ സാധനം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പരിശീലിച്ച്
എന്നിട്ട് അവർക്ക് സ്റ്റൈലായിരിക്കില്ല. നമ്മുടെ സ്റ്റൈലിൽ ഇങ്ങനെ ഉണ്ടാക്കി ഈ വീട്ടുകാരെ തീറ്റിക്കും, കൂട്ടുകാരെ തീറ്റിക്കും. അങ്ങനെ അവർ പറഞ്ഞു ടെസ്റ്റർ അങ്ങനെ ചെയ്ത് നോക്കിയാണ്. അത് ഇങ്ങനെ ചേട്ടാ ഒരു മണിപ്പൂട്ടും ഒരു ചിക്കൻ കറിയും പിന്നെന്താ പറയാ പൊറാട്ടയ്ക്ക് എന്താ ഏറ്റവും നല്ല ഗംഭീരം? താറാവ് മുട്ടക്കറി ആയാലോ? അടിപൊളിയാ. അപ്പോൾ എന്നൊരു പൊറാട്ടയും ഒരു താറാവ് മുട്ടക്കറി ആയിക്കോട്ടെ. എന്നൊരു അപ്പത്തിന് ബീഫ് സ്റ്റൂ ആയിക്കോട്ടെ. എല്ലാം ടേസ്റ്റ് ആകട്ടെ. ഇനിയും എന്തൊക്കെ ഐറ്റം കേട്ടോ. നമ്മൾ കുറച്ച് സാധനം മാത്രം ഒരു അപ്പേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പൊറാട്ടേ പറഞ്ഞിട്ടുള്ളൂ, ഒരു മണിപ്പൂട്ടും ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് താറാവ് മുട്ടക്കറിയിൽ ഇത് പാലൊഴിച്ചിട്ടാണ് താറാവ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇതിലേശം പൊറാട്ടയും ബീഫ്സും എന്ന് പറയുന്നുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. വെറുതെ കേട്ടോ കൊച്ചിക്കാർ പറയുന്നത്. കൊച്ചി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മാതാ ഹോട്ടലിൽ നിന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം എല്ലാം കിടു എന്ന് പറഞ്ഞാൽ കിടു. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലാരിവട്ടത്ത് സംസ്കൃത ജംഗ്ഷനിലാണ് മാതാ ഹോട്ടലും. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ആട് ചോദിച്ചാലും അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പാക്കണം. ഓക്കെ, ബൈ.